ഒരു സൺഡേ നിങ്ങളുടെ വൈഫ് വീട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആദ്യം ഒരു ചെറിയ ചൂല് ഉപയോഗിച്ചിട്ട് അവിടെയുള്ള മണ്ണും അഴുക്കും ഒക്കെ അടിച്ചെടുത്തു. പക്ഷെ അപ്പോഴും പൊടി ബാക്കിയ. അപ്പൊ എന്ത് ചെയ്തു? വീണ്ടും തുടയ്ക്കാൻ വേണ്ടിയിട്ട് ബക്കറ്റും വെള്ളവും ഒക്കെ കൊണ്ടുവന്നിട്ട് ഈ തുടച്ചെടുക്കുകയാണ്. അപ്പൊ ഓരോ തവണ ഈ പറഞ്ഞ ബക്കറ്റ് മാറ്റിക്കൊണ്ടേയിരിക്കുന്നുണ്ട്, തുടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവസാനം ഒരു 3-4 മണിക്കൂർ പിടിച്ചു ആ വീടൊന്ന് ക്ലീൻ ചെയ്ത് കഴിയാൻ. അപ്പൊ വൈഫ് നിങ്ങളോട് കുറെ പരിഭവം പറയണം. അപ്പൊ നിങ്ങൾ പറയുന്നത് അടുത്ത ആഴ്ച ഞാൻ ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ വൈഫ് നിങ്ങളെ കളിയാക്കണം, നിങ്ങളെ കൊണ്ട് പറ്റിയത് തന്നെയാണ്. പക്ഷെ അടുത്ത ആഴ്ച നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളൊരു വാക്വം ക്ലീനർ, നല്ലൊരു വാക്വം ക്ലീനർ കൊണ്ടുവന്നിട്ട് അത് വെച്ചിട്ട് ഇതിങ്ങനെ പൊടി കംപ്ലീറ്റ് അങ്ങ് എടുക്കുകയാണ്. ഒറ്റയടിക്ക് കംപ്ലീറ്റ് അഴുക്കും പൊടിയും മണ്ണും ഒക്കെ അങ്ങ് എടുത്തു. വൈഫ് താഴത്ത് മാത്രമാണ് ക്ലീൻ ചെയ്തെങ്കിൽ നിങ്ങൾ അതിന്റെ സോഫ സെറ്റിയും ഫർണിച്ചറും ഒക്കെ ക്ലീൻ ചെയ്തു വെറും 1/2 മണിക്കൂർ കൊണ്ട്. എന്താ ഇവിടെ സംഭവിച്ചത്? ആക്ച്വലി ഇവിടെ ട്രഡീഷണൽ ആയിട്ടൊരു മെത്തേഡ് വിട്ടുകൊണ്ട് ഒരു ടെക്നോളജി അവിടെ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് വർക്ക് കഴിയുന്ന കണ്ടില്ലേ? ഇതേപോലെ നമ്മുടെ കമ്പനിയിലും നമ്മുടെ ബിസിനസ്സിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതുപോലെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു 3 കാര്യത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത് ഇമെയിൽ ഓട്ടോമേഷൻ ആണ്. അതായത് നിങ്ങളുടെ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ടോ സർവീസിനെ കുറിച്ചിട്ടോ നിങ്ങൾക്ക് പുറത്തേക്ക് ആളുകളെ അറിയിക്കണം എന്ന് വിചാരിച്ചോ. ചിലപ്പോൾ ഒരു ലോഞ്ച് പ്രോഗ്രാം ആയിരിക്കും. അപ്പൊ ആ സമയത്ത് ഒരു മാസം മുമ്പ് അവർക്കൊരു ഇൻഫർമേഷൻ കൊടുക്കണം ഇമെയിലായിട്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 10 ദിവസം മുമ്പ് കൊടുക്കണം, ഒരു ദിവസം മുമ്പ് കൊടുക്കണം. ഇങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇമെയിൽ ഓട്ടോമേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ആ കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് അവർക്കിത് പോയിക്കൊണ്ടേയിരിക്കും ചെയ്യും. അതേപോലെ മറ്റൊന്ന്, ഇപ്പൊ അപ്പോയിന്റ്മെന്റ് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി പറ്റും. എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഇപ്പൊ നമുക്ക് പല ആളുകളുമായിട്ടും അപ്പോയിന്റ്മെന്റ് ഉണ്ടാവും. അത് നമ്മൾ കൃത്യമായിട്ട് നമുക്ക് ആ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിന്റെ പ്രോഗ്രാം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ സൗകര്യം അനുസരിച്ചുള്ള സമയത്ത് അവർക്ക് കൂടി ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ പറ്റുകയും ചെയ്യും. മറ്റൊന്ന് ഇപ്പൊ സോഷ്യൽ മീഡിയ ഷെഡ്യൂളിംഗ് ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ കമ്പനിയുടെ പ്രോഡക്റ്റുകളോ മാർക്കറ്റിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പോസ്റ്റുകൾ കയ്യിലുണ്ടായിരിക്കും. ഇതൊക്കെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും ഇരുന്നിട്ട് ഇതെടുത്തിട്ട് പോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. മറിച്ച് നമുക്ക് എത്ര ദിവസത്തേക്ക് വേണമെങ്കിലും ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഈ വീഡിയോസ് ഒക്കെ എങ്ങനെയാണ്? 5 ദിവസത്തെയും 10 ദിവസത്തേക്കോ ഒരുമിച്ച് എടുത്തതിന് ശേഷം അത് ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് ആ കറക്റ്റ് സമയങ്ങളിൽ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഓക്കെ, ഇത് മാത്രമല്ല, നിങ്ങളുടെ ബിസിനസ്സിന് ആവശ്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൂളുകൾ ഇന്ന് അവൈലബിൾ ആണ്. ഇതെല്ലാം ഉപയോഗിക്കുകയും ചെയ്യാം. നമുക്ക് ബിസിനസ് മാസ്റ്ററി ഹബ്ബ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ബിസിനസ്സുകളെ സിസ്റ്റമാറ്റിക് ആയിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു കൂട്ടായ്മയാണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെയുള്ള നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.